Now what we need is a carrier of eternal goodness and wholesomeness in human contact, which is called righteousness. Respected manager, beloved teachers, dear children, a grand good morning to one and all. Today we are gathered here to celebrate the birthday of our ex-president Mr. APJ Abdul Kalam. We all know everything about the service he done for the development of India after independence. Here I don't want to explain anymore because each and every event which is standing in front of us is related to Mr. APJ Abdul Kalam. As a student, we all know the service he done in the name of e-governance. It is very helpful for social, political as well as administrative level. We don't know how he developed from Rameshwaram to the president post. It is a lesson for each and everyone. I don't want to exceed my words. Even then, we can see the programs and videos it is coming in front of us. Thank you. I am inviting once again everyone. Okay. Quotes of Abdul Kalam. Hard work and confidence is the best medicine to kill the disease called failure. It will make you a successful person. Education is the most powerful weapon which you can use to change the world. If you take rest after your first victory and you fall on your second, more lips are waiting to tell that your first victory was just luck. APJ Abdul Kalam. You cannot change your future, but you can change your habits, and surely your habits will change your future. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. താങ്ക് യു. നമ്മുടെ ഇന്ന് നമുക്ക് ത്യജിക്കാം, നമ്മുടെ മക്കളുടെ നല്ലൊരു നാളേക്കായി. ഡോക്ടർ APJ അബ്ദുൽ കലാം. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ നിങ്ങൾ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്കുകൾ പോലും ആരംഭിക്കുന്നത് സീറോയിൽ നിന്നാണ്. इंसानों को कठिनाइयों की आवश्यकता होती है क्योंकि सफलता का आनंद उठाने के लिए यह बहुत ही जरूरी है. महान सपने देखने वालों के महान सपने हमेशा पूरे होते हैं. Problems are common, but the attitude makes the difference. ഇന്ന് ഒക്ടോബർ 15 അബ്ദുൽ കലാം ഡേ. ഈ അവസരത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന മഹത് വ്യക്തിയെ കുറിച്ച് ഞാൻ കുറച്ചു വാക്കുകൾ ഇവിടെ പറയാം. അബ്ദുൽ കലാം നമ്മുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ എന്നിങ്ങനെ ധാരാളം ബഹുമതികൾ നേടിയ വ്യക്തിയാണ് അബ്ദുൽ കലാം. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജൈനുലാബ്ദിന്റെയും ആസിയാമ്മയുടെയും ഇളയ പുത്രനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. വേണ്ടത്ര സമ്പാദ്യമോ വിദ്യാഭ്യാസമോ ഒന്നും അദ്ദേഹത്തിന്റെ പിതാവിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ഏറ്റവും മാതൃകാ പുരുഷനായിട്ട് തനിക്ക് തോന്നിയത് പിതാവിനെ തന്നെയായിരുന്നു. തന്റെ ആദ്യത്തെ സമ്പാദ്യം പത്രവിതരണം നടത്തിക്കിട്ടുന്ന ശമ്പളമായിരുന്നു. വളരെ കൃത്യനിഷ്ഠതയുള്ള ആളായിരുന്നു അദ്ദേഹം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു. എന്നാൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വളരെ കഠിനാധ്വാനം നടത്തിയിരുന്നു അദ്ദേഹം. ഗണിതമായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടവിഷയം. രാമേശ്വരം സ്കൂളിൽ പഠനം പൂർത്തിയാക്കി ഉപരിപഠനത്തിന് തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ ചേർന്നു. 1954 ഈ കോളേജിൽ നിന്നും ഭൗതിക ശാസ്ത്രത്തിന് ബിരുദം നേടി. ആകാശത്തിൽ പറക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി എയ്റോസ്പേസ് പഠനത്തിനായി അദ്ദേഹം മദ്രാസിലേക്ക് പോയി. ഒരു പൈലറ്റ് ആവാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. കഠിന പ്രയത്നത്തിലൂടെ 1958 പ്രതിരോധ വകുപ്പിലെ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷനിൽ ജോലിക്ക് ചേർന്നു. സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് തസ്തികയിൽ നിയമിതനായി. കലാമിന്റെ പ്രതിഭ കണ്ടറിഞ്ഞ് പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ വിക്രം സാരാഭായ് താൻ നേതൃത്വം കൊടുത്തിരുന്ന ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സെന്റർ എന്ന സ്ഥാപനത്തിൽ ചേരാൻ കലാമിനെ ക്ഷണിച്ചു. തുമ്പയിലേക്ക് ഒരു വിക്ഷേപണ കേന്ദ്രം തുടങ്ങാൻ അദ്ദേഹത്തെ കലാമിനെ ക്ഷണിച്ചു. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റായി നൈക്കി അപ്പാച്ചി കലാമിന്റെ നേതൃപാടവത്തിന്റെ ഫലമായി.
1963 നവംബർ 1-ാം തീയതി തിരുവനന്തപുരം തുമ്പയിൽ നിന്ന് ആകാശത്തിലേക്ക് കുതിച്ചു. 1969 കലാം ISROയിൽ നിയമിതനായി. ഇതോടെ കലാം ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനം വികസിപ്പിച്ചെടുക്കാനുള്ള സംഘത്തിന്റെ തലവനായി നിയമിക്കപ്പെട്ടു. പിന്നീട് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SLV-3 അതിന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഈ നേട്ടം അദ്ദേഹത്തെ ആഗോള പ്രശസ്തനാക്കി. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യക്ക് വേണ്ടി ഒരു ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ദൗത്യം. ആകാശ്, പൃഥ്വി, അഗ്നി എന്നീ മിസൈലുകളുടെയും വിജയകരമായ വിക്ഷേപണത്തിന് ചുക്കാൻ പിടിച്ചത് കലാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഇന്ത്യയെ അറിയപ്പെടുന്ന ഒരു തെർമോ ന്യൂക്ലിയർ ശക്തിയാക്കി മാറ്റുക എന്നതായിരുന്നു. ഇന്ത്യയുടെ മിസൈൽമാൻ എന്നായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 1999 അഗ്നിച്ചിറകുകൾ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥാ പുസ്തകം പുറത്തിറങ്ങുന്നത്. രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരേ ഒരു രാഷ്ട്രപതിയാണ് അബ്ദുൽ കലാം. 2002 അദ്ദേഹം 11ാമത്തെ രാഷ്ട്രപതിയായി സ്ഥാനമേറ്റു. രാഷ്ട്രപതി എന്ന സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അബ്ദുൽ കലാം. 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 1997 ഭാരതരത്ന എന്നീ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രചോദനമായിരുന്നു കലാമിന്റെ വാക്കുകൾ. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ വിജയത്തിലെത്താൻ പറ്റൂ എന്നായിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് നൽകിയ സന്ദേശം. സ്വപ്നങ്ങൾ കാണാൻ രാജ്യത്തെ ജനതയെ പ്രചോദിപ്പിച്ചു. പരിശ്രമം കൊണ്ട് മാത്രം ഏതൊരാൾക്കും ഉയരത്തിലെത്താൻ പറ്റുമെന്ന് അബ്ദുൽ കലാമിന്റെ ജീവിതം നമ്മെ പഠിപ്പിച്ചു. ഇതോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. APJ Abdul Kalam interacts with the children. Questions. 5 questions. 5. Who is going to ask 5 questions? 5 fellows come. Yes, get up. Come. What is the question? Start. Good evening, sir. Good evening. Which class you are studying? I am studying in 10th standard. My name is Gayatri Mohan. 10th standard. Yes, sir. Next year, what subject you will take? I wish to take Biomax. Why bio? I am interested in biology and... Biology, or you want to become a doctor? My ambition is to become... I want to study more on aerospace engineering. Good. You are become a life scientist, right? Yes. Very good girl. Okay. Yeah. Thank you, sir. Okay. Sir, Go ahead. Sir, I am Jobin. I study in 7th standard from Kangodia UPS Perurkada. My question: at present, what are the major strengths and weakness of our Your India? mic, can you keep the mic like this? Like this. Keep distance. Slowly speak. Speak now. You are a good fellow. Yes. Sir, I am poor English. Study in Malayalam medium. മലയാളത്തിൽ പറ. At present, what are the major strengths and weakness of our India? What are the Major strengths major strength? What are the major strength of India and weakness of our India? and weakness? Fantastic boy. What class you are studying? 7th standard. 7th standard. Okay. Now, strength of India. What the major strength of India? You guys, that is 600 million youth. Major strength of India, 600 million youth. Okay? Sir, daily we are hearing many news about corruption. So, sir, can you tell some methods that we, the future generation, can do to remove corruption from our country? Corruption. How to remove the corruption, right? Yes. If I give you all solution, will you do it? All of you will follow? Suppose corruption, how to remove, if I say, will you do that? How many of you will do it? Okay, now I am going to give you a solution, okay? So it's the last question, because that fellow asked a last question. So I am giving you the last answer for that. It's like this.
We are a billion people, okay? India has billion people. Billion people live in 200 million houses. That means 200 million house into 5 billion, isn't it? Isn't it? 205, 200 into 5. Each house has got 5 people. The last speech of APJ Abdul Kalam. Flood and heavy rain, it was pouring. Then I met one person. Flood and heavy rain, it was pouring. Then I met one person. I met Shri Siddharth Jayakumar at the airport with his mother at Chennai airport, who was born in Chilkmangaluru in Karnataka in the year 1980. He gave me, I am giving total details about him because few of you will get inspired by that. I'll be very happy. He gave me a presentation using a laptop. He came with a laptop, and his father's name is Shri Jayakumar and his mother's name is Komala. When he was born, the doctors did not know what he was suffering from. Later on, they said he is mentally retarded. After detailed examination, it was found that he was suffering from cerebral palsy. As a result of the disease, he was difficulty in coordination between his mind and body. You know what the type of problem. He studied in Vidyasagar at Chennai. Though he studied very well, he has to dictate the answers to another student while writing the examination. Fortunately, our system allows that. In spite of this process, in the 10th class examination, he had scored 80%. He says he could not score more just because he was not allowed to do the practical and could not draw the diagrams.